കുടുംബങ്ങളിൽ ഒരു കാലത്തുണ്ടായിരുന്ന കൂട്ടായ്മ ബന്ധങ്ങൾ, അയൽപക്കക്കാരനോടുണ്ടായിരുന്ന സ്നേഹബന്ധങ്ങൾ, അവനെക്കുറിച്ചുള്ള അറിവുകൾ എല്ലാം പുരോഗതിയുടെ നാളുകളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇന്ന് നാം ജീവിക്കുന്നത് 10ഉം 20ഉം നിലകളുള്ള പടുകൂറ്റൻ ഫ്ളാറ്റുകളിലാണ്. പക്ഷേ ജീവിതം ഫ്ളാറ്റായി പോയി. കർത്താവ് പറഞ്ഞു, നോഹയുടെ കാലത്ത് സംഭവിച്ചത് തിരിച്ചു വരാൻ പോവുകയാണ്. മനുഷ്യന്റെ ഭക്ഷണ രീതി മാറിപ്പോയി. പുരോഗതി എന്ന് പറയുന്നത് ഭക്ഷണത്തിൽ വ്യത്യാസമുണ്ടാക്കാനാണ് എന്ന് നമ്മൾ ധരിച്ചുപോയി. പ്രകൃതിയിൽ നിന്ന് ലഭിച്ചിരുന്നതൊക്കെ ഉപയോഗിച്ച് ഭക്ഷണം കഴിച്ചിരുന്ന പൂർവ്വ മാതാപിതാക്കളുടെ സന്തതികളായി നമ്മൾ ഭൂമിയിൽ നിന്നുള്ള ഒന്നും വേണ്ട എന്ന് വെച്ച് അശാസ്ത്രീയമായും ശാസ്ത്രീയമായും ഉണ്ടാക്കുന്നതെല്ലാം വാരി വലിച്ച് കഴിക്കാൻ തുടങ്ങി. ഭൂമിയിൽ ഇല്ലാത്ത രോഗം മുഴുവൻ നമുക്ക് വന്നു ഭവിച്ചു. ഇന്ന് എന്ത് രോഗമാണ്, ഏത് രോഗമാണ് എന്ന് ആർക്കും നിശ്ചയിക്കാൻ വയ്യാത്ത വിധത്തിൽ സ്പെഷ്യലൈസ്ഡ് രോഗങ്ങൾ നമുക്കുണ്ടായി. സ്പെഷ്യലൈസ്ഡ് രോഗങ്ങൾ ഉണ്ടായപ്പോ സ്പെഷ്യലിസ്റ്റുകളും ഉണ്ടായി. ഇതാണോ പുരോഗതി? ഇതാണോ വളർച്ച? പുരോഗതി അധോഗതിയാകുന്ന കാലം കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ വസ്ത്രധാരണ രീതി മാറിപ്പോയി. നമ്മളൊരു കാലത്ത് നമ്മുടെ പ്രകൃതിക്കിണങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. പക്ഷെ ഇന്ന് നമ്മൾ അതൊക്കെ മാറ്റി നമുക്ക് സൗകര്യമുള്ളത് നമ്മൾ ഉടുക്കാൻ തുടങ്ങി. വീണ്ടും നമ്മൾ വളരുകയാണ്. നമ്മുടെ ഫ്ളാറ്റുകളിലെ താമസം മതിയാക്കി നമ്മൾ സ്പേസിലേക്ക് താമസം മാറ്റാൻ പോവുകയാണ്. സ്പേസിൽ പണിയുന്ന വീടുകൾ ഓൾറെഡി ആയിരക്കണക്കിന് ആളുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് പത്രം വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നതാണ്. കൂടുതൽ റിസർച്ചിന്റെ ഒന്നും ആവശ്യമില്ല. 4 ദിവസം മുമ്പ് ഇറങ്ങിയ മനോരമ പത്രത്തിൽ വന്ന അഡ്വർടൈസ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ചന്ദ്രനിൽ പോയി മടങ്ങി വരാൻ ചൈന ആപ്ലിക്കേഷൻസ് ക്ഷണിച്ചിരിക്കുന്നു. ചന്ദ്രനിലേക്ക് ടൂറ് പോകാൻ ആളുകളെ ക്ഷണിക്കുന്ന പരസ്യം പത്രത്തിൽ വന്നിരിക്കുന്നു. നമുക്കുണ്ടായ പുരോഗതി എന്ന് പറയുന്നത് ഇതാണ്. അതെല്ലാം പുരോഗതിയാണ് എന്ന് നമ്മൾ ധരിച്ചു. ദരിദ്ര രാജ്യമായ ഇന്ത്യ പോലും, കോടിക്കണക്കിന് ദരിദ്രനാരായണന്മാരുള്ള മഹാഭാരതത്തിൽ പോലും നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ക്യാഷ്ലെസ് ഇക്കോണമിയിലേക്കാണ്. പേരെഴുതാൻ അറിയാൻ വയ്യാത്ത കയ്യിൽ പ്ലാസ്റ്റിക് കാർഡ് വന്നു ചേരുന്ന ലോകത്തിൽ പുരോഗതി എന്ന് വിളിച്ച് നമ്മൾ കൈയടിക്കുന്നവരാണ്. അധോഗതിയിലേക്ക് നമ്മളെ നയിക്കുകയാണ്. മറക്കരുത്. ഈ ദരിദ്ര രാജ്യത്ത്, കോടിക്കണക്കിന് ദരിദ്ര ജനമുള്ള ഭാരതത്തിൽ ബയോമെട്രിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ആധാർ ഇല്ലാത്തവൻ വഴിയാധാരമാകുന്ന ലോകത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി സംഭവിക്കാൻ പോകുന്നത് ഇതിനേക്കാൾ ഭയങ്കരമാണ്. അതുവഴി മൈക്രോചിപ്പ് ഐഡന്റിഫിക്കേഷൻ ഡിവൈസ് ഇംപ്ലാന്റ് ചെയ്യുന്ന, നമ്മുടെ ശരീരത്തിൽ ഒരു ചിപ്പ് പിടിപ്പിക്കുന്ന കാലത്തേക്ക് നമ്മൾ വരികയാണ്. ഇനി പി തോമസ് എന്ന് പറയുന്ന ഒരാളില്ല. നാളുകൾക്ക് മുമ്പ് തന്നെ ഇത് തുടങ്ങിയതാണ്, പക്ഷെ നമ്മൾ അറിഞ്ഞില്ല. റെയിൽവേ ടിക്കറ്റ് തുടങ്ങി PNR നമ്പർ വന്ന കാലത്ത് പേരിന് പ്രസക്തി ഇല്ലാതായി പോയി, നമ്പറിന് മാത്രമായി പ്രസക്തി. ഇനി ഈ ദരിദ്ര രാജ്യത്ത് പുരോഗതി നമ്മൾ അഭിമാനിച്ച് പ്ലാസ്റ്റിക് കാർഡുകളിലേക്ക്, ക്യാഷ്ലെസ് ഇക്കോണമിയിലേക്ക് വരുമ്പോൾ ഇനി ഒരുത്തനും പേരില്ലാത്ത കാലം വരികയാണ്. നമുക്കെല്ലാം ചില നമ്പറുകൾ മാത്രമായി മാറാൻ പോവുകയാണ്. ഈ നമ്പർ ഇല്ലാത്തവന് ഒന്നും വാങ്ങിക്കാനൊക്കാത്ത കാലം വരികയാണ്. സംശയമുണ്ടോ? വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 16ഉം 17ഉം വാക്യങ്ങളൊന്ന് വായിച്ച് സഹായിക്കാമോ? ഇച്ചിരി വെള്ളം കുടിക്കാൻ വേണ്ടിയാണ്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 16ഉം 17ഉം വാക്യങ്ങൾ. ആരെങ്കിലും വായിച്ചാൽ? മൈക്കുള്ളവർ വായിക്കാമെങ്കിൽ സന്തോഷം. അത് പറ്റത്തില്ല, ആളുകൾ കേൾക്കണം. ഇവിടെ 100 കണക്കിന് ആളുകൾ. ഞാൻ വായിക്കാം. അത് ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ, അതായത് നമ്പറോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആക്കുന്നു. എഴുതി വച്ചിരിക്കുന്ന വേദഭാഗം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട സത്യവേദപുസ്തകത്തിന്റെ വചനങ്ങൾ നമ്മളെ 2017 വെല്ലുവിളിക്കുകയാണ്. ഒരു കാലത്ത് വലിയവന്റെ പോക്കറ്റിൽ മാത്രം ഇരുന്ന കാർഡുകൾ ചെറിയവന്റെ പോക്കറ്റിലേക്ക് വരികയാണ്. അതിനെ നമ്മൾ പുരോഗതി എന്ന് വിളിച്ചു. പക്ഷേ വെളിപ്പാട് പുസ്തകം പറഞ്ഞു അത് നോഹയുടെ കാലത്തിന്റെ തനിയാവർത്തനമാകാൻ പോവുകയാണ്. സമ്പന്നന്മാരുടെ പോക്കറ്റിലിരുന്ന പ്ലാസ്റ്റിക് കാർഡുകൾ ദരിദ്രന്റെ പോക്കറ്റിലേക്ക് വരികയാണ്. വെളിപ്പാട് പുസ്തകം പറഞ്ഞു സമ്പന്നന്മാരും ദരിദ്രന്മാരും.
സ്വതന്ത്രന്മാരും ദാസന്മാരും ആരായാലും ഇനി വെള്ളം കുടിക്കണമെങ്കിൽ കാർഡില്ലാത്ത കാലം സാധ്യമല്ലാതെ വന്നിരിക്കുകയാണ്. കാർഡിൽ നമ്പറും ഇല്ലാത്തവന് ഒന്നും വിൽക്കാനും വാങ്ങാനും പറ്റാത്ത കാലത്തിലേക്ക് വരുന്നുവെന്ന് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം എഴുതി വെച്ചിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. നമ്മൾ വായിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും സന്തോഷിച്ചിരിക്കുകയാണ്. എൻ്റെ പോക്കറ്റിൽ ഇരിപ്പുണ്ട് ഒരു 8-10 കാർഡ്. ഈ കാർഡില്ലെങ്കിൽ ജീവിക്കാൻ ഒക്കാത്ത കാലമാണ്. ഗ്രാമീണ സംസ്കൃതിയിൽ നിന്ന് പട്ടണ സംസ്കാരത്തിലേക്കും പട്ടണ സംസ്കാരത്തിൽ നിന്ന് സ്പേസ് സംസ്കാരത്തിലേക്കും വന്നത് പുരോഗതിയാണ് എന്ന് നമ്മൾ ധരിച്ചു. ഈ രാജ്യം പുരോഗതിയിലേക്ക് പോയി എന്ന് നമ്മൾ ധരിച്ചു. പക്ഷെ കർത്താവ് പറഞ്ഞു, ഇത് നോഹയുടെ കാലത്തിന്റെ തനിയാവർത്തനമാണ്. 2, those days were characterized by pleasure. ഉല്ലാസത്തിന്റെ കാലമായിരുന്നു അത്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 21-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. യാബാലിന്റെ സഹോദരൻ യൂബാലിനെ പരിചയപ്പെടുത്തുകയാണ്. യൂബാൽ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി എന്ന് എഴുതിയിരിക്കുന്നു. ഫാദർ ഓഫ് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി. ദൈവത്തിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് നടന്ന ആദമിന്റെയും ഹവ്വയുടെയും അനന്തര തലമുറയെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. അവർ വേൾഡ് ഇസ് എ പ്ലഷർ മാഡ് വേൾഡ് എന്നാണ് പറയുന്നത്. ഉല്ലാസഭ്രാന്ത് ബാധിച്ച സമൂഹത്തിൽ നാം ആയിത്തീർന്നിരിക്കുന്നു. ആദ്യം മാതാപിതാക്കൾ തന്നെ അവരോടൊപ്പം എന്നും തോട്ടത്തിൽ സവാരി ചെയ്ത ദൈവത്തെ ഒളിച്ച് ഉൽപ്പത്തി 3:6 പറയുന്നത് പോലെ നല്ലതും ഭംഗിയുള്ളതും കാമ്യവുമായതിന്റെ പിന്നാലെ പോയി. അതിന്റെ ഫലം അവർ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിക്കുകയാണ്. എന്നും വൈകുന്നേരം ദൈവത്തിന്റെ തോളിൽ കൈയിട്ട് നടന്ന ആദ്യ മാതാപിതാക്കൾ. ഞാൻ ഏദൻ തോട്ടത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ എൻ്റെ വിദ്യാർത്ഥികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവരോട് ചോദിച്ചാൽ അവരും പറയും. ഏദൻ തോട്ടത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഞാൻ അവരോട് പറയും, എല്ലാ ദിവസവും തോട്ടത്തിലെ ഈവനിങ് വാക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിതാവായ ദൈവത്തിന്റെ ഇടത്തും വലത്തും നിന്ന് അവന്റെ തോളിൽ കൈയിട്ട് നടന്ന ആദമും ഹവ്വയും ദൈവ സാന്നിധ്യത്തിൽ സായുജ്യമടഞ്ഞിരുന്നവർ, ദൈവ സാന്നിധ്യത്തിൽ സന്തോഷം കണ്ടെത്തിരുന്നവർ. ഇതാ ഒരു സന്തതി ഉണ്ടായതോടുകൂടെ ദൈവഭക്തി ഉല്ലാസങ്ങളിലേക്ക് വഴിമാറുകയാണ്. ഫാദർ ഓഫ് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി. അതുകൊണ്ട് ദൈവിക ബോധവും ദൈവഭക്തിയും പടിയിറങ്ങിപ്പോയി. ഇന്ന് ഇംഗ്ലണ്ടിൽ ചെന്നാൽ കൂറ്റൻ പള്ളികൾ വാങ്ങി പബ്ബുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഇംഗ്ലണ്ടിൽ ഒരു കൺവെൻഷന് പ്രസംഗിക്കാൻ പോയപ്പോൾ ഞാൻ ഇത്തരം പള്ളികൾ കാണാനായി ഒരു ദിവസം മുഴുവൻ ചെലവഴിച്ചു. പടുകൂറ്റൻ പള്ളികൾ പബ്ബുകളാക്കി കുടിച്ചു കൂത്താടുന്ന പുതിയ തലമുറ ഇംഗ്ലണ്ടിലെ അൾത്താരകൾക്ക് മുമ്പിൽ നിന്ന് കുടിച്ചു കൂത്താടുകയാണ്. അവരുടെ മാതാപിതാക്കൾ ആരാധിക്കാൻ പടുത്തുയർത്തിയ ദേവാലയങ്ങൾ വിശുദ്ധ അൾത്താരകൾക്ക് മുമ്പിൽ മദ്യക്കുപ്പികളുമായി കുടിച്ചു കൂത്താടുന്നത് ഇംഗ്ലണ്ടിലാണ് എന്ന് പറഞ്ഞ് നമ്മൾ അസൂയപ്പെട്ടിട്ടോ ഞങ്ങളുടെ നാട്ടിൽ വന്നില്ലല്ലോ എന്നോർത്ത് സന്തോഷിച്ചിട്ടോ കാര്യമില്ല. അമേരിക്കയിൽ ഓരോ വർഷവും ആയിരക്കണക്കിന് പള്ളികളാണ് വിൽപ്പനക്കിട്ടിരിക്കുന്നത്. CSI സഭയും മാർത്തോമാ സഭയും ഇതേലെ ഒരുപാട് പള്ളികൾ പണം കൊടുത്ത് വാങ്ങി അവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 5-6 വർഷം അമേരിക്കയിൽ ജീവിച്ച ഒരാളെന്ന നിലയിൽ എനിക്കറിയാം, ഞങ്ങളുടെ പള്ളികളിൽ മിക്കതും ഇത്തരം സെയിലിനിട്ട പള്ളികൾ ഞങ്ങൾ വാങ്ങിയതാണ്. ദൈവബോധം നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ മക്കൾ ഉല്ലാസങ്ങളിലേക്ക് തിരിയുകയാണ്. ദൈവത്തെ ആരാധിക്കാൻ താല്പര്യമില്ലാതെ വന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ തോളിൽ കൈയിട്ട് നടന്ന മാതാപിതാക്കളുടെ അനന്തര സന്തതിയിൽ ഒരുത്തൻ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയുടെ പിതാവായി മാറുകയാണ്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഈറ്റില്ലവും വിശുദ്ധന്മാരുടെ തറവാടുമായ ഫ്രാൻസ്, അതിന്റെ ഇന്നത്തെ അവസ്ഥ ഈ അടുത്ത നാളിൽ അവിടെ പുറത്തിറങ്ങിയ ഒരു പുസ്തകത്തിന്റെ തലക്കെട്ട് തന്നെ വ്യക്തമാക്കുന്നു. അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, വിൽ ദ ചർച്ച് ബെൽസ് റിംഗ് ടുമോറോ? നാളെ പള്ളിമണികൾ മുഴങ്ങുമോ? ഫ്രാൻസിൽ ഇറങ്ങിയ പുതിയ പുസ്തകത്തിന്റെ പേരാണ്. കാരണം ദേവാലയങ്ങളിൽ നാളില്ല, പകരം എന്റർടൈൻമെന്റിനാണ് ആളുകൾ ഇറങ്ങുന്നത്. നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താണ്? പുതുവത്സരത്തിലെ എതിരേക്കാൻ കത്തീഡ്രലിലാണോ കോവളത്താണോ ആള് കൂടുതൽ? തിരുവനന്തപുരത്ത് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. 2017 സ്വാഗതം ചെയ്യാൻ കത്തീഡ്രലിലായിരുന്നു ആൾ തിരക്ക്, കോവളത്തായിരുന്നു ആൾ തിരക്ക്?
കൊച്ചിയിൽ പുതുവത്സരത്തെ എതിരേൽക്കാൻ എത്തിയവരെ നിയന്ത്രിക്കാൻ പോലീസ് തന്നെ പാടുപെടേണ്ടി വന്നു. പരിപാവനമായി ദേവാലയത്തിന്റെ വിശുദ്ധ അങ്കണത്തിൽ നിന്ന് നടത്തിക്കൊണ്ടിരുന്ന വിവാഹ കൂദാശകൾ കോവളത്ത് കടലിനടിയിൽ നടക്കുന്ന കാലം മറക്കരുത്. നോഹയുടെ കാലം മടങ്ങി വരികയാണ്. നമ്മൾ ആരും ശ്രദ്ധിക്കാതെ ഇപ്പോൾ നമ്മുടെ കമാൻഡർ നമ്മളെ ഓർമ്മിപ്പിച്ചതുപോലെ പശ്ചാത്താപമില്ലാത്ത തലമുറയിലേക്ക്, പാപബോധമില്ലാത്തവന്റെ നടുവിലേക്ക് ദൈവം ചാട്ടോളി പോലെ പറയുകയാണ്, നീ ജീവിക്കുന്നത് ഇൻ ദ ലാസ്റ്റ് അവർ ഓഫ് ദ ലാസ്റ്റ് ഡേയ്സ്. ഡോണ്ട് ഫോർഗെറ്റ് ദിസ്. ഇന്ന് നാം ആയിരിക്കുന്നത് വായിച്ചപ്പോ സന്തോഷം തോന്നി. നമ്മുടെ നാട്ടിലും വന്ന് കടലിനടിയിൽ കല്യാണം നടന്നല്ലോ. പരിശുദ്ധ ദേവാലയത്തിൽ പരിശുദ്ധ പിതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒരുമിച്ച് കൂട്ടിച്ചേർത്ത മണവാളനും മണവാട്ടിയും ഇന്ന് കടലിനടിയിൽ വെള്ളത്തിലിറങ്ങിക്കിടന്ന് ഉമ്മ വെച്ച് കളിക്കുന്ന കാലമാണ്. മടങ്ങി വന്നിരിക്കുന്നു നോഹയുടെ നാളുകൾ. ഇന്ന് എല്ലാവർക്കും ഉല്ലാസഭ്രാന്ത് ബാധിച്ചിരിക്കുകയാണ്. മലയാളത്തിൽ ആദ്യമായി 100 കോടി ക്ലബിൽ ഒരു സിനിമ വന്നിരിക്കുന്നു. അത് 150 കോടി കഴിഞ്ഞു. ഈ കുഞ്ഞു കേരളത്തിൽ ഒരു സിനിമ ഇറങ്ങി 30 ദിവസത്തിനകം 150 കോടി വിറ്റഴിഞ്ഞെങ്കിൽ ഉല്ലാസഭ്രാന്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇത് ഹോളിവുഡിലും ബോളിവുഡിലും നേരത്തെ നടന്നതാണ്. പക്ഷേ ഈ കൊച്ചു കേരളത്തിൽ ഇത് സംഭവിച്ചപ്പോ നമ്മൾ കൈയടിച്ചു. മോഹൻലാലിനെ എനിക്കും ഇഷ്ടമാണ്, ഞാനും കൈയടിച്ചു. പക്ഷേ മറക്കരുത്, മടങ്ങി വരികയാണ് ദൈവബോധമില്ലാത്ത എന്റർടൈൻമെന്റിന് മാത്രം താല്പര്യമുള്ള ഒരു സമൂഹത്തിന്റെ കാലഘട്ടത്തിലേക്ക്. TV സീരിയൽ ഭ്രാന്ത് അടുത്ത ഭ്രാന്താണ്. വൈകിട്ട് 6:30 മുതൽ രാത്രി 10:30 വരെ സീരിയൽ ഭ്രാന്തിലാണ് ആധുനിക സമൂഹം, പ്രത്യേകിച്ചും സ്ത്രീകൾ, ചുരുക്കം ചില പുരുഷന്മാരും. എന്താണ് ഈ സീരിയലുകളൊക്കെ ഉള്ളടക്കം? ഞാനൊരു റിസർച്ച് നടത്തി. ഈ 6:30 മുതൽ 10:30 വരെ നമ്മുടെ സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്ന സീരിയലിന്റെ മൊത്തം ഇതിവൃത്തം 90% സീരിയലുടെ ഇതിവൃത്തം അധാർമികതയുടെ കഥകളാണ്, ചതിയുടെ കഥകളാണ്, കൊലപാതകത്തിന്റെ ചതികളാണ്, എക്സ്ട്രാ മാരിറ്റൽ പ്രീ മാരിറ്റൽ സെക്സിന്റെ കഥകളാണ്. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് 6:30 മുതൽ 10:30 വരെ ജനസമൂഹം മുഴുവൻ ദൈവത്തെ മറന്നിട്ട്. നോഹയുടെ കാലം മടങ്ങി വരികയാണ്. തമ്പി മാറാടിയച്ചൻ യാക്കോബായ സഭയിലെ ഒരു അച്ഛനാണ്. കഴിഞ്ഞ ദിവസം തിരുവല്ലായി വന്നപ്പോ അച്ഛൻ പറഞ്ഞു, അവരുടെ പള്ളിയിൽ ഈ ഓരോരുത്തരുടെ പേരിൽ കുർബാന ചൊല്ലിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, കുർബാന പണം അടയ്ക്കുകയാണ്. അപ്പൊ ഓരോരുത്തർ ക്യൂ നിന്ന് കുർബാനയ്ക്ക് പണം അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു അമ്മച്ചി വന്ന് കുർബാനയ്ക്ക് പണം അടച്ചു. കാത്തുവിന്റെ പേരിൽ ഒരു കുർബാന. അപ്പൊ കുർബാനയ്ക്ക് പണം വാങ്ങിച്ച കൊച്ചൻ ചോദിച്ചു, അമ്മച്ചിയുടെ മക്കളും മരുമക്കളും ആരും കാത്തുമില്ലല്ലോ. ഉടനെ പറഞ്ഞു, മോനെയാണ്ട കർത്തമത്തിലെ കാത്തു ഉണ്ടല്ലോ, ഓട്ടോറിക്ഷക്കാരൻ അവന്റെ ഉച്ചയ്ക്ക് കല്ലെടുത്ത് അടിച്ചേച്ചു പോയി, ആ കുഞ്ഞിന് വേണ്ടി ഒരു കുർബാനയല്ല. കാത്തുവിന് കുർബാന ചൊല്ലുന്ന കാലഘട്ടത്തിലേക്ക് സത്യക്രിസ്ത്യാനി മാറിയിരിക്കുന്നു എന്നതിന്റെ അർത്ഥം എന്താണ്? നോഹയുടെ കാലം മടങ്ങി വന്നിരിക്കുന്നു. ഇന്റർനെറ്റ് ആൻഡ് സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് ഭ്രാന്ത്, വാട്സാപ്പ് ഭ്രാന്ത്, ഇവരുടെ അതിപ്രസരം കാരണം ഒരു തലമുറയുടെ ജീവിതത്തിൽ നിന്ന് ദൈവവും ദൈവികതയും പടിയിറങ്ങിപ്പോയി. ഞാനും എന്റെ തലമുറ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ വിചാരിച്ചാൽ കംപ്ലീറ്റ് വെളുത്തിക്കൊണ്ട് വല്യപ്പനാന്ന് വിചാരിച്ചാണ്. വല്യപ്പനൊന്നും അല്ല, ഒറിജിനൽ ആയതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. മിക്ക പേരും അതല്ലാത്തത് കൊണ്ട് എന്നേക്കാൾ പ്രായക്കുറവുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. എന്റെയൊക്കെ കാലത്ത് വേണം കൃത്യമായിട്ട് പറയാം, ഒരു 40 വർഷം മുമ്പ്, അപ്പൊ ഏതാണ്ടൊക്കെ പിടികിട്ടിയല്ലോ അല്ലേ? ഞങ്ങളുടെയൊക്കെ ഉല്ലാസം എന്ന് പറയുന്നത്, എന്റെ തലമുറയുള്ള നമ്മുടെ തിരുമേനി ഉൾപ്പെടെ ഞങ്ങളെല്ലാം ഒരു ഗ്യാങ്ങിൽപ്പെട്ട ആളുകളാണ്, ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ്. എന്നേക്കാൾ 1 വർഷം സീനിയറാണ് അദ്ദേഹം. അന്ന് ഞാൻ കഴിച്ചിരുന്നത് എന്റെ നാട്ടിൽ പന്തളത്തിനടുത്ത് തുമ്പമണ്ണ് എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലെ എന്റെ ആഹാരം, എന്റെ തലമുറയുടെ ആഹാരം പട്ടാണിയും കപ്പലണ്ടിയും വല്ലപ്പോഴും വന്നു പോകുന്ന ഐസുകാരനുമായിരുന്നു. ഓർമ്മയുണ്ടോ ഈ പ്രായമുള്ള ഏതെങ്കിലും അച്ഛന്മാർക്ക്? പക്ഷേ ഇന്ന് പിസ്സയും ബർഗറും KFCയും മക്ഡൊണാൾഡ്സും കഴിക്കുന്ന കാലത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. ഞങ്ങളുടെ വിനോദങ്ങൾ തുമ്പിപിടുത്തവും പന്തുകളിയും കിളിത്തിട്ടുകളിയും ഒക്കെയായിരുന്നു. ഒന്നും ചെലവില്ലാത്ത വിനോദങ്ങളായിരുന്നു. ഇന്ന് ജനിച്ചു വീഴുന്ന കുഞ്ഞിന്റെ കയ്യിൽ സ്മാർട്ട് ഫോണും ടാബുമാണ്. അവരത് കുഞ്ഞു വിരള് വെച്ച് മാന്തുമ്പോ കണ്ടു ചിരിക്കുകയാണ് തന്തയും തള്ളയും. നീ കരയും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഈ രാത്രിയിൽ.
എഴുന്നേറ്റ് നിൽക്കാൻ പ്രാപ്തിയില്ലാത്ത കുഞ്ഞ് അതിന്റെ കുഞ്ഞു വിരൽ വെച്ച് ഈ സാധനങ്ങൾ മാന്തി കളിക്കുമ്പോൾ അത് കണ്ട് സന്തോഷിക്കുന്ന മാതാപിതാക്കളെ ഈ രാത്രി ഞാൻ നിന്നെ വെല്ലുവിളിക്കുകയാണ്. നിന്റെ കാലത്തിൽ ഗതികേടിന്റെ കാലം വരാൻ പോവുകയാണ്. ദൈവബോധമില്ലാത്ത തലമുറയെ നാം വളർത്തി വിടുകയാണ്. എനിക്ക് സങ്കടത്തോടെ ഞാൻ പറയും, ഞാൻ യൂത്തിനോട് ഒരുപാട് പോയി സംസാരിക്കുന്ന ആളാണ്. ഞാൻ പറയും, ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളിൽ 4 പേരെ, എന്റെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ 40 വർഷം മുമ്പ് ഒരുമിച്ച് 4 പേര് കൂടിയാൽ ഉടനെ പന്ത് കളിക്കുന്നു, അല്ലെങ്കിൽ കിളുത്തിട്ട് കളിക്കുന്നു, സന്തോഷമാണ്. ഇന്ന് 4 പേര് ഒരുമിച്ച് കൂടിയാൽ ഏതെങ്കിലും ഇടവഴിയിൽ മാറി നിന്ന് ഒരു സാധനത്തിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു ഗതികെട്ട കാലത്താണ് നാം ആയിരിക്കുന്നത്. 4 പിള്ളേർ ഒരുമിച്ച് കൂടിയാൽ ഒരെണ്ണത്തിന് ശാരീരികാധ്വാനമില്ല, എല്ലാം ഒരു സാധനത്തിലേക്ക് നോക്കിയിരിക്കുകയാണ്. മാതാപിതാക്കളെ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ ഞാൻ പറയട്ടെ, പണ്ട് ഏറ്റവും മോശമായ മ്ലേച്ഛമായ സൈറ്റുകൾ കാണണമായിരുന്നെങ്കിൽ വലിയ അധ്വാനമായിരുന്നു. ഇത് തപ്പിപ്പിടിച്ച് ആ സൈറ്റുകളിൽ ചെല്ലുമ്പോൾ അവൻ ചോദിക്കും 18 വയസ്സ് പൂർത്തിയായോ ഇല്ലയോ എന്നൊക്കെ. ഇപ്പൊ ഒന്നും വേണ്ട. തിരുവനന്തപുരം കൺവെൻഷൻ എന്ന് അടിച്ചു കൊടുത്താൽ ആ കൺവെൻഷനിൽ PP തോമസും പ്രസംഗിക്കുന്നതിന്റെ വലത്തുവശത്ത് 4 സൈറ്റ് കാണും. വേറെ ചുമ്മാ നോക്കിയാൽ മതി, ഇനി ചാടി വരികയാണ്. ഉല്ലാസഭ്രാന്ത് ബാധിച്ച സമൂഹം. നാം മടങ്ങിപ്പോവുകയാണ് നോഹയുടെ കാലത്തേക്ക്. അടുത്ത തലമുറ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ അശ്ലീല സൈറ്റുകളിലൂടെ നിരന്തരം യാത്ര ചെയ്യുകയാണ്. വളരെ കാര്യമായി നമ്മൾ ഓർക്കണം, those days were characterized by pleasure. മൂന്നാമത്തെ ഒരു കാര്യം, those days were characterized by perversion. വക്രത, വികടഭാവം, മ്ലേച്ഛത. ബന്ധങ്ങളിലെല്ലാം വക്രതയും മ്ലേച്ഛതയും. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, കയീൻ ഹാബേലിനെ വയലിലേക്ക് ക്ഷണിച്ച് അവിടെ വെച്ച് കൊന്നുകളഞ്ഞു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എന്തുമാത്രം കൊലപാതകങ്ങളാണ്. ആദ്യ കൊലപാതകം അരങ്ങേറിയതാണ് നമ്മൾ വായിച്ചു കേട്ടത്. അത് കൊന്നത് ഇന്ത്യ പാകിസ്ഥാൻകാരനെ അല്ല, സ്വന്തം സഹോദരനെ കൊന്നത് ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണ്. ഇന്ന് നമ്മളായിരിക്കുന്ന ലോക സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? എന്തുമാത്രം കൊലപാതകങ്ങളാണ്. അപ്പൻ മകനെ, മകൻ അപ്പനെ, അയൽക്കാരനെ, സഹോദരനെ, കൂട്ടുകാരനെ. മാത്രമാണോ? രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആഴ്ചയിൽ 1 വീതം കൊന്നു തീർക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വേദഭാഗം, മുമ്പേ സഹോദരി വായിച്ച വേദഭാഗത്ത് ദൈവം ശക്തിയായ ഒരു വാക്ക് പറയുന്നുണ്ട്. ഹാബേലിന്റെ രക്തം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിച്ചു എന്ന് പറയുന്ന സ്വർഗത്തിലെ ദൈവം ജീവിക്കുന്നുണ്ട്. ഇവിടെ ഇറ്റുവീണ ഓരോ തുള്ളിച്ചോരയുടെയും കണക്ക് ചോദിക്കാൻ തമ്പുരാൻ വരുന്നുണ്ട് അധികം താമസിക്കാതെ. എന്തിന്റെ പേരിലായാലും, സമ്പത്തിന്റെ പേരിലായാലും, സ്വാർത്ഥതയുടെ പേരിലായാലും, രാഷ്ട്രീയത്തിന്റെ പേരിലായാലും, സ്ഥാനമാനങ്ങളുടെ പേരിലായാലും, ആരുടെയെങ്കിലും ഒരു തുള്ളി രക്തം ഈ ഭൂമിയിൽ ചിഹ്നിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സമാധാനം പറയേണ്ടി വരുമെന്ന് സ്വർഗത്തിലെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. തകർച്ചയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നത്തെ മനോരമയിൽ കണ്ടില്ലേ, ഒരു പെൺകുട്ടിയെ തീ വെച്ച് ചുട്ടുകന്നു. പ്രേമാഭ്യർത്ഥനയുമായി നടന്ന മനുഷ്യൻ. എന്തെല്ലാം വാർത്തകളാണ് ഓരോ ദിവസങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കയീൻ തുടങ്ങി വെച്ചത് ഇന്ന് അനുസ്യൂതം തുടരുകയാണ്. പെർവേർഷന്റെ കാലമാണ്. 4-ാം അധ്യായം 19-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ലാമക്ക് 2 ഭാര്യമാരെ എടുത്തു. ദൈവം നിശ്ചയിച്ച, ആശീർവദിച്ച കുടുംബ സംവിധാനത്തെ ആദ്യമായി തകിടം മറിച്ച മനുഷ്യൻ ലാമക്കാണ്. ആദമിനെ സൃഷ്ടിച്ച്, ആദമിൽ നിന്ന് ഹവ്വയെ സൃഷ്ടിച്ച് അവരുടെ കുടുംബജീവിതം ആശീർവദിച്ച് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവീനെന്ന് പറഞ്ഞ ദൈവത്തിന്റെ അടുത്ത തലമുറ ദൈവത്തിന്റെ നിയമത്തെ ധിക്കരിച്ച് 2 ഭാര്യമാരെ എടുത്തതിലൂടെ ആരംഭിച്ചു വെച്ചതാണ് ഈ പെർവേർഷൻ. ദൈവം ഡിസൈൻ ചെയ്ത കുടുംബ ബന്ധത്തെ തകർത്ത മനുഷ്യൻ. 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അഴുതാത്ത ബന്ധങ്ങളെ കുറിച്ച് പറയുകയാണ്. ഈവിൾ ആൻഡ് വിക്കഡ് ലൈഫ് സ്റ്റൈൽസ്. അവിടെ പറയുന്നു ദൈവപുത്രന്മാര് മനുഷ്യപുത്രന്മാരുടെ മക്കൾ എന്നൊക്കെ പറയുന്നു. അത് സെമിനാരിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. ഒരു കൺവെൻഷൻ പന്തലിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ പ്രയാസമാണ്. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഇൻഅപ്രോപ്രിയേറ്റ് റിലേഷൻഷിപ്സ്.
ഒരു കൺവെൻഷൻ ബന്ധത്തിൽ പറയാവുന്നത് ഇത്ര മാത്രമേ പറ്റുകയുള്ളൂ: ഇൻഅപ്രോപ്രിയേറ്റ് റിലേഷൻഷിപ്സ്. മടങ്ങി വരികയാണ് നോഹയുടെ കാലത്തേക്ക്. ഇന്ന് നമ്മൾ വായിക്കുന്ന കഥകൾ, അപ്പൻ മകളെ പീഡിപ്പിച്ചു, ഇൻഅപ്രോപ്രിയേറ്റ് റിലേഷൻഷിപ്സ്. അധ്യാപകൻ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു, ഇൻഅപ്രോപ്രിയേറ്റ് റിലേഷൻഷിപ്പ്. ഇടയൻ കുഞ്ഞാടിനെ, ഇൻഅപ്രോപ്രിയേറ്റ് റിലേഷൻഷിപ്പ്. അരുതാത്ത ബന്ധങ്ങൾ. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോക സാഹചര്യം അധാർമികതയുടെ ലോകമാണ്. ഞാൻ മുമ്പേ പറഞ്ഞ സീരിയലും ഒക്കെ കണ്ടുകൂട്ടി നമ്മുടെ ബോധം നശിച്ചുപോയി, ധാർമ്മിക ബോധം നശിച്ചുപോയി. ലൈംഗികത ദൈവം വിഭാവനം ചെയ്തതുപോലെ വിവാഹബന്ധത്തിൽ മാത്രമല്ലാതെ വന്നു. കന്യകാത്വം എന്ന് പറയുന്നത്, വെർജിനിറ്റി എന്ന് പറയുന്നത്, no more seen as a precious gift. It can be exchanged, it can be exploited, it can be sold. നാം ആയി തീർന്നിരിക്കുന്ന ജീവിത സാഹചര്യത്തിന്റെ പ്രശ്നം ഇതാണ്. ഇന്ന് ഇത്തരത്തിലുള്ള അബദ്ധസഞ്ചാരത്തിന്റെ കഥകൾ കണ്ട്, സീരിയലുകൾ കണ്ട്, അബദ്ധസഞ്ചാരം തെറ്റല്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മടങ്ങി വന്നിരിക്കുകയാണ് വക്രതയുടെ ആ നാളുകൾ. പ്രീമാരിറ്റൽ, എക്സ്ട്രാമാരിറ്റൽ സെക്ഷൽ റിലേഷൻഷിപ്സ്. ന്യൂ വിഷൻ എന്ന് പറയുന്നത് ഒരു എക്യുമെനിക്കൽ മാസിക, അച്ഛന്മാർക്കെല്ലാം അറിയാമല്ലോ, നമ്മുടെ എല്ലാ സഭകളും ചേർന്നിറക്കുന്നതാണ്. ക്രിസോസ്റ്റം തിരുമേനിയാണ് എൻ്റെ പേട്രൺ. നല്ല ലേഖനങ്ങൾ, ഈഡിറ്റ് ലേഖനങ്ങൾ വരുന്ന മാസികയാണ്. അതിൽ ഇടയ്ക്കിടയ്ക്ക് നല്ല കഥകൾ വരും. അതിൽ വന്ന ഒരു കഥ പറയാം. ഒരു ദേവാലയത്തിൽ കുമ്പസാര പ്രാർത്ഥന നടക്കുകയാണ്. അത് നമ്മുടെ രണ്ടും സഭയല്ലെന്ന് നമുക്കറിയാം, കാരണം നമ്മൾ രണ്ടും ഭാഗ്യം ചെയ്തവരാ. ആരും പോയി അച്ഛനോടൊന്നും കുറ്റം പറയണ്ടല്ലോ, നമുക്ക് എഴുന്നേറ്റ് ഒറ്റ അടിക്ക് തീർത്തു വിടാം. പക്ഷെ എല്ലാ സഭകളിലും അത് പറ്റത്തില്ല. ഞങ്ങളുടെ പള്ളിയിൽ അന്നേ ഭയങ്കര രസമാണ്. എഴുന്നേറ്റ് വന്ന് 1000 പേരുണ്ടല്ലോ, എഴുന്നേറ്റിരിക്കും, അച്ഛൻ വിളിച്ചു പറയും, സ്വിച്ച് ഇട്ടവർ പറയും, അവിടെ ഇരിക്കും. വല്ല തെറ്റ് ചെയ്തോ ആർക്കും ഒന്നുമില്ല. പക്ഷെ ചില സഭകളിൽ അത് പറ്റത്തില്ല, നേരിട്ട് പോയി എല്ലാം പറയണം, പറഞ്ഞാലേ കുർബാന കൊടുക്കത്തുള്ളൂ. ഒരു കുമ്പസാര പ്രാർത്ഥന നടക്കുകയാണ്. ഒരു കൊച്ചച്ഛൻ കുമ്പസാരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് വന്ന മിക്ക ആളുകളും അധാർമികതയുടെ കഥ അച്ഛനോട് അങ്ങ് പറയുക, അതും ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് പറയുക. കൊച്ചച്ഛൻ ആകെപ്പാടെ അങ്ങ് വല്ലാതായി. അച്ഛൻ പറഞ്ഞു, ദയവ് ചെയ്ത് ഇനിയും വന്ന് എന്നോട് ഈ ഡീറ്റെയിൽസ് എല്ലാം പറയരുത്, പകരം ഒരു കാര്യം പറഞ്ഞാൽ മതി, ഇങ്ങനെയുള്ളവനൊക്കെ വന്ന് വീണ് പോയച്ചോ എന്ന് പറഞ്ഞാൽ മതി, എനിക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞു. അപ്പൊ കുറെ നാൾ കഴിഞ്ഞ് ഈ അച്ഛൻ അങ്ങ് ട്രാൻസ്ഫർ ആയി പോയി. ഒരു പ്രായമായ അച്ഛൻ വന്നു. ആദ്യത്തെ ശനിയാഴ്ച കുമ്പസാരം നടക്കുകയാണ്. വന്നതിനകത്ത് പകുതി എണ്ണം വീണേച്ച് വന്നിരിക്കുക. അച്ഛൻ വിചാരിച്ച് ഈ പള്ളിയിലോട്ടുള്ള റോഡിന് കാര്യമായതുകൊണ്ട് കുഴപ്പമുണ്ട്, അല്ലെ ഇത്ര എണ്ണം എങ്ങനെ വീഴുന്നത്. ആ ആഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛൻ ഭവന സന്ദർശനം നടത്തിയപ്പോൾ അച്ഛന് മനസ്സിലായി സിറ്റി മേയർ അച്ഛന്റെ പള്ളിയിലെ മെമ്പറാണ്. അങ്ങനെ 2 വർത്തമാനം പറഞ്ഞിട്ട് തന്നെ കാര്യമെന്ന് അച്ഛൻ വിചാരിച്ചു. അടുത്ത ശനിയാഴ്ച കുമ്പസാരിക്കാൻ വന്നതിനകത്ത് പിന്നെയും കുറെ എണ്ണം വീണേച്ച് വന്നിരിക്കുന്നു. ആ രാത്രി അച്ഛന് ദേഷ്യം വന്നിട്ട് വീട്ടിൽ ചെന്നേച്ച് ആ മേയർക്ക് ഫോൺ ചെയ്തു, താൻ എന്തിനാടോ ഈ സിറ്റിയിൽ ഇങ്ങനെ നഗരപിതാവായി ജീവിക്കുന്നത്? നമ്മുടെ പള്ളിയിലേക്കുള്ള റോഡൊക്കെ നരകമായി കിടക്കുമ്പോൾ. അയാൾ ചോദിച്ചു, എന്തോ പറ്റിച്ചു? അല്ല, പള്ളി വന്നവരെല്ലാം വീണേച്ച് വന്നിരിക്കുകയാണ്. അത് കേട്ടപ്പോ മേയർക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹം ഫോണിൽ കൂടെ ഒറ്റ ചിരി ചിരിച്ചു. അച്ഛനത് തീരെ സൂചിച്ചില്ല. അച്ഛൻ പറഞ്ഞു, താൻ ചിരിച്ചോ? തന്റെ ഭാര്യ ഈ ആഴ്ച 2 പ്രാവശ്യം വീണത്. നാം ജീവിക്കുന്ന ലോക സാഹചര്യങ്ങളുടെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഇന്ന് ഈ വഷളത്വത്തിന്റെ, മ്ലേച്ഛതയുടെ കാലത്തേക്ക് നമ്മൾ മടങ്ങി വന്നിരിക്കുകയാണ്. എന്നെ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന, എന്നെ ഏറ്റവും വേദനിപ്പിക്കുന്ന സംഭവം ഈ കാലത്ത് ഉണ്ടായത്. നിങ്ങൾ യോജിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. വേദപുസ്തകം പച്ചയായി നിഷേധിക്കുന്ന ഹോമോസെക്ഷുവാലിറ്റി. ഹോമോസെക്ഷൽസ് എന്ന് പറയുന്നത് സ്വവർഗരതിയും അതിന്റെ ബന്ധങ്ങളും ഇന്നത്തെ കാലത്ത് എതിർക്കുന്നില്ല എന്ന് മാത്രമല്ല, പ്രോത്സാഹിപ്പിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് പൗരോഹിത്യ ശുശ്രൂഷ നൽകുന്ന ഒരു കാലത്താണ് ഈ ക്രിസ്ത്യാനികളായിരിക്കുന്നത്. മറക്കരുത്, നീ നോഹയുടെ കാലത്തേക്ക് വരികയാണ്. സ്വവർഗരതിക്കാരൻ അൾത്താരയിൽ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കേണ്ട കാലത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നു എന്നത് ഗതികേടിന്റെ കാലമാണ് എന്ന് പഴയ നിയമ വിദ്യാർത്ഥിയായ ഒരാൾ എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ മടങ്ങി വരുന്നത് ഏത് കാലത്തേക്കാണെന്ന് പിടികിട്ടിയോ? ഒരു കാലത്ത് രഹസ്യമായി മുറികളിൽ നടന്നുകൊണ്ടിരുന്നത്, ചെവികളിൽ മന്ത്രിച്ചുകൊണ്ടിരുന്നത്,
പബ്ലിക്കായി റോഡിലിറങ്ങിയിരിക്കുന്ന കാലമാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണമാണ് ചുംബന സമരം. റോഡിലിറങ്ങി ഉമ്മ വെച്ച് സമരം ചെയ്യുക. നാം എത്തിച്ചേർന്നിരിക്കുന്നത് നോഹയുടെ കാലത്താണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 12-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്: ദൈവം ഭൂമിയെ നോക്കി, അത് വഷളായി എന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ രാത്രി വേദപുസ്തകം നമ്മുടെ ചെവികളിൽ വന്ന് അലയ്ക്കുകയാണ്. നാം ജീവിക്കുന്നത് ഇൻ ദ ലാസ്റ്റ് അവർ ഓഫ് ദ ലാസ്റ്റ് ഡേയ്സ്. മറക്കരുത്, മനുഷ്യപുത്രന്റെ വരവിങ്കിൽ നോഹയുടെ കാലം പോലെ അതിന്റെ തനിയാവർത്തനമുണ്ടാകും എന്ന് ദൈവം ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ആ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. Those days were characterized by pride. അഹങ്കാരം, അഹംഭാവം കൊടികുത്തി വാഴ്ച ആരംഭിച്ച കാലമാണത്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് ഭാര്യമാരുടെ മുമ്പിൽ വീമ്പടിക്കുന്ന ലാമക്കിനെയാണ് നമ്മൾ കാണുന്നത്. 24-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഞാൻ ഞങ്ങളുടെ വല്യപ്പൻ കയ്യിനേക്കാൾ കേമനാണ് എന്ന് ലാമക്ക് വീമ്പടിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 23-ഉം 24-ഉം വാക്യങ്ങളിൽ ഞാൻ മറ്റെല്ലാരെക്കാളും കേമനാണ് എന്ന് തന്റെ 2 ഭാര്യമാരുടെ മുമ്പിൽ വീമ്പടിക്കുന്ന ലാമേക്കുമാർ ഇന്ന് ഒരുപാട് ഈ സമൂഹത്തിലുണ്ട് എന്നത് പച്ച യാഥാർത്ഥ്യമാണ്. He sees himself as number 1. എന്താണ് ഇന്നത്തെ കാലത്തിന്റെ പ്രത്യേകത? നമ്മൾ എല്ലാവരുമാണ് ഭൂമിയിലെ നമ്പർ 1. അതിന്റെ താഴെ ആരുമില്ല. അങ്ങനെയാണോ? അല്ല, അതിന്റെ താഴെയാണ് ബാക്കി എല്ലാവരും. ഞാനാണ് എല്ലാത്തിൻ്റെയും മുകളിൽ. ഞാൻ എന്ന് പറയുന്നത് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ്. ആരെയും വകവെക്കാത്ത കാലം, ആരെയും പേടിയില്ലാത്ത കാലം. അത് കൊച്ചു നരന്ത് മുതൽ ഒന്നിനെയും പേടിയില്ല. പണ്ടൊക്കെ എൻ്റെ നാട്ടിൽ ഞങ്ങളുടെ പള്ളിയിലെ വികാരിയച്ഛൻ വീട്ടിൽ സന്ദർശനത്തിന് വരുമ്പോൾ, ഞാൻ മാത്രമല്ല എന്നെ പോലുള്ള തലമുറകളൊക്കെ, എൻ്റെ അമ്മ എന്നെ വിളിച്ച് അച്ഛൻ്റെ മുമ്പിലോട്ട് നിർത്തും. എന്നിട്ട് ചേച്ചി പറയും, മോനെ പഠിച്ച വാക്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. അപ്പം നമ്മൾ കുറേ വാക്യങ്ങളൊക്കെ പറയും. എന്നാൽ അച്ഛൻ ഒന്ന് കെട്ടിപ്പിടിക്കും, ഒന്ന് അനുഗ്രഹിക്കും, നീ നന്നായി വരും എന്നൊക്കെ പറഞ്ഞു വെച്ച് പോകും. ഇന്ന് ഞാൻ അച്ഛന്മാരോട് ചോദിക്കട്ടെ, നമ്മൾ ഏതെങ്കിലും വീട്ടിൽ സന്ദർശിച്ച് ചെന്നാൽ ഈ സൈസിനെ കണി കാണാൻ കിട്ടുമോ? വാക്യം പറയണ്ട, വന്ന് ഹലോ അച്ഛ എന്നൊന്ന് പറയുവോ? കാണത്തില്ല. അവൻ എന്തോ കൊണ്ടിരിക്കുക, വെച്ച് കീച്ചു കാണും അല്ലേ? എല്ലാവരുടെയും കയ്യിലുണ്ട് ഓരോ സാമാനം. അച്ഛൻ വന്നാലും കൊള്ളാം, തിരുമേനി വന്നാലും കൊള്ളാം, മൈൻഡ് ചെയ്യത്തില്ല. ഞാൻ ബോംബെയിൽ ഒരു കൺവെൻഷന് പോയി രാത്രിയിൽ ഒരു വീട്ടിൽ ഉണ്ണാൻ വിളിച്ചെന്നെ. അവിടെ ചെന്നപ്പോൾ ഒരു 10 വയസ്സുള്ള ഒരു കൊച്ചൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കതക് തുറന്നു, അവന്റെ തല അനക്കമില്ല. അവന്റെ അമ്മ അകത്ത് കയറി, അപ്പനകത്ത് കയറി, പുറകെ ഞാൻ കയറി, അവനൊരു അനക്കവും ഇല്ല. മരിച്ച പോലെ അവിടെ അങ്ങ് ഇരിക്കുകയാണ്. ഉടനെ ഞാനല്ലേ ഇങ്ങനെ ഈ ലോകം മുറ്റും ചുറ്റും നടക്കുന്ന പാർട്ടിയല്ലേ, വല്ലതൊക്കെ വിളിച്ച് പറയുമല്ലോ എന്ന് തള്ളയ്ക്കൊരു മനപ്രയാസം. ഉടനെ തള്ള പറഞ്ഞു, ഹാനി സേ ഹൈ ടു അച്ഛൻ. പിന്നെ അവനാ അച്ഛൻ. അവൻ പിന്നെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ തള്ള പറഞ്ഞു, ഹണി ഐ ടോൾഡ് യു സേ ഹൈ ടു അച്ഛൻ. അവൻ പിന്നെ അവിടെ ഇരുന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ പതുക്കെ എന്നെ തിരിഞ്ഞൊന്ന് നോക്കി, ചാടി ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നു. ഒരൊറ്റ കുത്താണ്, ഹായ് അച്ഛൻ. ഞാൻ പിന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ നോന്നത്. 2 കാരണങ്ങൾ കൊണ്ടാണ് അവൻ എന്നെ കുത്തിയത്. ഒന്ന്, അവന്റെ കോൺസെൻട്രേഷൻ, അവന്റെ തള്ള കളഞ്ഞതിന്റെ വാശി. 2, അവൻ കുഞ്ഞുനാളി മുതല് കണ്ടുപഠിച്ചത് ടോമും ജെറിയുവാ. എഴുന്നേറ്റപ്പം മുതല് ടോം ജെറിയെ ഇടിച്ച് കുഴലി കയറ്റി, കുഴല് പോലാക്കി. ഇതാണ് അവൻ കണ്ടുപഠിച്ചേക്കുന്നത്. അതുകൊണ്ട് ആരെ കണ്ടാലും അവൻ ഇത് മാത്രമേ അറിയത്തുള്ളൂ. ഇന്നത്തെ തലമുറയെ വളർത്തി വിടുകയാണ്. ആ പ്രായത്തിൽ തന്നെ അവൻ പറയാണ്, ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ അഹങ്കാരിയാണ്. അച്ഛനായാലും കൊള്ളാം, ആരായാലും കൊള്ളാം.
ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വേറൊരു സംഭവം ഓർമ്മ വന്നു. ഞാൻ വേറൊരിടത്ത് ഇതുപോലെ കൺവെൻഷന് പോയി. അപ്പോൾ ഉണ്ണാൻ വിളിച്ചു. ഗൾഫിൽ നിന്നൊക്കെ വന്ന് നാട്ടിൽ സെറ്റിൽ ചെയ്ത ഒരു കുടുംബമാണ്. നല്ല അടിപൊളി വീടും ഒക്കെയാണ്. അതിൻ്റെ സോഫ സെറ്റൊക്കെ കണ്ടാൽ തന്നെ ഇരിക്കാൻ തോന്നത്തില്ല. കാരണം നമ്മൾ ഇരുന്ന മേലോട്ട് നമ്മൾ തന്നെ ജമ്പ് ചെയ്തു പോകും. ആ സൈസ് സാധനമാണ്. കാർപ്പറ്റൊക്കെ അതുപോലെ വിരിച്ചിരിക്കാൻ. അവിടെ ഉണ്ട് ഒരു 10-12 വയസ്സുള്ള ഒരു കൊച്ചൻ. പക്ഷെ അവനെ കണ്ടാൽ ഒരു 10-25 വയസ്സ് തോന്നി. കാരണം ഈ വൈറ്റ് ലെഗോൺ ചിക്കനൊക്കെ അടിച്ച് അവൻ്റെ കാലുമൊക്കെ അതുപോലെ ഇരിക്കുന്നത്. ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. ഞാൻ അവിടെ ചെന്ന് ഇരുന്നങ്ങ് ഈ കൊച്ചൻ്റെ നിപ്പ് കണ്ടത് ഇവൻ്റെ ചെവിട്ട് സ്പ്രിങ് ഫെയിൽ ലക്ഷണത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അടങ്ങി നിൽക്കത്തില്ല. അവൻ ഒരു സോഫയിൽ കയറി ഒരൊറ്റ ചാട്ടം അടുത്ത സോഫയിലേക്ക്. അങ്ങനെ വീണ്ടും നമ്മൾ ഇന്ന് ഭാഷ മലയാളം ഒന്നും നമുക്ക് പറഞ്ഞ് നമ്മുടെ പിള്ളേർക്ക് മനസ്സിലാവത്തില്ലല്ലോ. വീണ്ടും അവിടെ ഒന്ന് വിളിക്കുകയാണ്, ഹണി ബി ക്വയറ്റ്, ഡോണ്ട് ഡിസ്റ്റർബ് അച്ഛൻ, ഓക്കെ. അവൻ അടുത്ത മറിച്ചിൽ അവിടെ നിന്ന് ഇങ്ങോട്ട്. പിന്നെ അവിടെ നിന്ന് പറഞ്ഞു, സ്വീരി ഐ ടോൾഡ് യു ഡോണ്ട് ഡിസ്റ്റർബ് അച്ഛൻ, ഓക്കെ, ബി ക്വയറ്റ്. അവൻ ഇതുവല്ലം കേൾക്കുന്ന സൈസാന്നോ. അവൻ അടുത്ത മറിഞ്ഞ വഴിക്ക് എൻ്റെ കയ്യിലിരുന്ന ഗ്ലാസ്സും എല്ലാം കൂടെ തട്ടിത്തെറിപ്പിച്ചൊരു ഒറ്റ പോക്കാണ്. ഉടനെ തന്തപ്പടി, സ്റ്റുപ്പിഡ് സിറ്റ് ഡൗൺ ദേർ. തന്തപ്പടി. അവൻ പടാന്ന് അവിടെ ഇരുന്നു. അവന്റെ മുഖം കണ്ടാൽ മണിച്ചിത്രത്താറിലെ ശോഭനയുടെ മോന്ത പോലെ ഇരിക്കുന്നേ. പിടികിട്ടിയ ഓരോ സൈസിന്റെ പാർട്ടിയെ. അഹങ്കാരം കൊടികുത്തി വാണ കാലത്താ ജീവിക്കുന്നത്. നമ്മൾ നോഹയുടെ കാലത്തേക്ക് മടങ്ങിപ്പോവുകയാണ്. ഞാൻ ഇത്രയും പിള്ളേരുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു പിള്ളേരാണ് അഹങ്കാരികളെന്ന്. അല്ല, പിള്ളേരേക്കാൾ മൂത്തതാണ് അതിന്റെ മൂത്തതെല്ലാം. ആരെയും വകവെക്കാത്ത കാലം, ആരെയും പേടിയില്ലാത്ത കാലം. അഹങ്കാരമാണ് ആധുനിക ലോകത്തിന്റെ മുദ്രാവാക്യം. എന്നെ ഏറ്റവും സങ്കടപ്പെടുത്തിയത്, കഴിഞ്ഞ 10-17 വർഷമായി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ, നൂറുകണക്കിന് വൈദികരെ പഠിപ്പിച്ചു വിട്ട ഒരു അധ്യാപകൻ എന്ന നിലയിൽ, ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ചങ്ക് വേദനിച്ചു. ഒരു പ്രിൻസിപ്പലിന്റെ കസേര സിംബോളിക്കായി കത്തിച്ചു കളഞ്ഞത്, ആ അധ്യാപകൻ ഉൾപ്പെടെ കത്തിച്ചു കളഞ്ഞ ഒരു സമൂഹം. അത് നടന്നത് കേരളത്തിലാണ്. എനിക്ക് വളരെ ദുഃഖം തോന്നി. ഞാൻ പഠിപ്പിച്ചു വിടുന്ന, നന്മ ഉപദേശിച്ചു വിടുന്ന എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് അങ്ങനെയാണ് പ്രതികരിക്കുന്നതെങ്കിൽ നമ്മൾ എവിടെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്? ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറ് അടുത്ത ദിവസത്തെ മലയാള മനോരമ പത്രത്തിൽ അതിനെക്കുറിച്ചൊരു ആർട്ടിക്കിൾ എഴുതി. നിങ്ങൾ വായിച്ചു കാണും ചിലരെങ്കിലും. അതിലൊരു കൊച്ചു വാചകം ഞാൻ നീറുന്ന ഹൃദയത്തോടെ ഈ കൺവെൻഷൻ പന്തലിൽ പറയട്ടെ. പ്രിൻസിപ്പൽ ഇരിക്കുന്ന കസേര കത്തിച്ച് പ്രതീകാത്മക ശവദാഹം നടത്തുന്ന കുട്ടികൾ ഒന്നോർക്കണം, അവർ ഗുരുത്വക്കേട് ഇരന്നു വാങ്ങുകയാണ്. അതിഭയങ്കരമായ ഒരു പ്രയോഗമാണ്. മനസാക്ഷിയുള്ളവന്റെ ചങ്കിൽ ഇടിച്ചു കയറേണ്ട വാചകമാണ്. ആ കുഞ്ഞുങ്ങൾ ഗുരുത്വക്കേട് ഇരന്നു വാങ്ങുകയാണ്. ഇന്ന് നാം ആയിരിക്കുന്ന സമൂഹത്തിൽ നമുക്കൊക്കെ പറ്റിയ ഏറ്റവും വലിയ കുഴപ്പമാണ്. ജോൺ R.W. സ്റ്റോട്ട് എന്ന് പറയുന്ന സുപ്രസിദ്ധനായ സുവിശേഷ പ്രസംഗകനെ നമുക്കെല്ലാവർക്കും അറിയാം. തീർച്ചയായും നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എന്നെനിക്കറിയാം. അദ്ദേഹം പറഞ്ഞ ഒരു കൊച്ചു വാചകമുണ്ട്, പ്രൈഡ് ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് എനിമി, ഹ്യൂമിലിറ്റി ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് ഫ്രണ്ട്. പ്രൈഡ് ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് എനിമി, ഹ്യൂമിലിറ്റി ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് ഫ്രണ്ട്. വേദപുസ്തകത്തിലെ 2-3 ഉദാഹരണങ്ങൾ പറഞ്ഞ് ഞാൻ അവിടെ വിടാം. കാരണം ഇനി സാമൂഹ്യമായ ഉദാഹരണങ്ങൾ പറയുന്നില്ല. ഒറ്റ ഉദാഹരണം തന്നെ ധാരാളമാണ്. പുറപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ മോശയും അഹരോനും ഫറവോയെ കാണാൻ ചെല്ലുന്ന ഒരു രംഗമുണ്ട്. അവിടെ ചെന്നിട്ട് മോശ ഫറവോനോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിക്കുന്നു, അവന്റെ ജനത്തെ മരുഭൂമിയിൽ അവനെ ആരാധിക്കാൻ വിട്ടയക്കണം. 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഇങ്ങനെയാണ്, ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവൻ ആരാണ്? ഹൂ ഈസ് യാഹ്വേ. ഇത് നമ്മളോട് പറയുന്ന ഒരു വലിയ സത്യമുണ്ട്. അഹങ്കാരം ബാധിച്ച മനുഷ്യന്റെ ആദ്യത്തെ പ്രശ്നം ദൈവത്തിന്റെ അധികാരത്തെ നിഷേധിക്കലാണ്. ഇന്ന് നാം ആയിരിക്കുന്ന സമൂഹത്തിൽ അത് അച്ഛനായാലും കൊള്ളാം, അൽമായനായാലും കൊള്ളാം, ദൈവത്തിന്റെ അധികാരത്തെയും ദൈവത്തിന്റെ ശക്തിയെയും നിഷേധിക്കുന്നവൻ അഹങ്കാരിയാണ്. അത് ഭരണാധികാരി ആയാലും
പ്രജയായാലും ഫറവോയുടെ ചോദ്യം നമ്മുടെ ചെവികളിൽ മുഴങ്ങണം ഈ രാത്രി. ഞാൻ എന്റെ ഈ ജനത്തെ വിട്ടയക്കാൻ യഹോവ ആരാണ്? ഹൂ ഈസ് യാഹ്വേ? എന്റെ പ്രിയപ്പെട്ട സഹോപട്ടക്കാരെ, നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന ഇടവകകളിൽ ഇത്തരം ആളുകളില്ലേ? ദൈവം ആരാണ് എന്ന് ചോദിക്കുന്ന ദൈവബോധമില്ലാത്തവൻ നമ്മുടെ സമൂഹത്തിലില്ലേ? 30 വർഷമായി മാർത്തോമാ സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നൊരു പട്ടക്കാരനാണ് ഞാൻ. പഠനകാലം എല്ലാം കൂടെ കൂട്ടിയാൽ 10-35 വർഷം. ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ദൈവത്തിന്റെ അധികാരത്തെ നിഷേധിക്കലാണ്. ഈ ദൈവം ആരാണ് എന്ന് ചോദിക്കുന്ന ജനതതി നമ്മുടെ ഇടയിലുണ്ട് എന്നത് ദുഃഖകരമായ കാര്യമാണ്. Those days were characterized by pride. ഇന്നത്തെ കാലത്തിന് എന്താ വ്യത്യാസം? സംഖ്യാപുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യം, അവിടെ നമ്മൾ രണ്ടുപേരെ കാണുന്നു വീണ്ടും, അഹരോനും മിർയാമും. അഹരോനും മിർയാമും സംഖ്യാപുസ്തകത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സംഖ്യാപുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ. മോശ മുഖാന്തരം മാത്രമേ ദൈവം അരുളി ചെയ്യത്തുള്ളൂ, ഞങ്ങൾ വഴി അരുളി ചെയ്യുന്നത് ദൈവത്തിന്റെ അരുളപ്പാടല്ലേ? In other words, Miriam was asking, who is Moses? മോശ ആരാണ്? സിബ്ലിംഗ് റൈവൽറി. എന്താ കാരണം? അഹങ്കാരമാണ്. എന്താ അഹങ്കാരത്തിന് കാരണം? കഴിഞ്ഞ 40 വർഷം ഇസ്രായേൽ അടിമത്തത്തിലായിരുന്ന കാലഘട്ടത്തിൽ മോശ സ്ഥലത്തില്ലാതിരുന്നപ്പോ അവർക്ക് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തത് അഹരോനാണ്. 40 വർഷം ആ സമൂഹത്തെ മുഴുവൻ ഒറ്റ കൊടിക്കീഴിൽ നിർത്തിയത് മിർയാമാണ്. വേദപുസ്തകം വായിച്ചിട്ടുള്ളവർക്കറിയാം, ചെങ്കടൽ കടന്നു കഴിയുമ്പോൾ മിർയാം കയ്യിൽ തപ്പെടുത്തു. ലക്ഷക്കണക്കിന് ആളുകളാണ് അവളുടെ പിന്നിൽ അണിനിരുന്നത് നമുക്ക് കാണാം. അതായത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് കഴിഞ്ഞ 40 വർഷം ശുശ്രൂഷ ചെയ്ത അഹരോനും മിർയാമും 40 വർഷം കഴിഞ്ഞ് പ്രത്യക്ഷപ്പെട്ട പുതിയ നേതാവ് മോശ എന്ന് പറയുന്ന ആള് ഒന്നാമതെത്തിയപ്പോൾ പ്രശ്നം തുടങ്ങുകയാണ്. നമ്മുടെ കൂട്ടത്തിലില്ലേ ഇത്? ഈ വിശുദ്ധ വസ്ത്രം ധരിച്ച നമ്മുടെ ഇടയിലില്ലേ ഇത്? പിന്നെ നമുക്ക് പുറകോട്ട് നോക്കിയാൽ പോരെ? എന്താ കാരണം? അഹങ്കാരമാണ്. ഞാൻ ഇവനേക്കാൾ മെച്ചമാണ്, ഞാൻ ഇവനേക്കാൾ കേമനാണ്. എന്തൊരു അഹംഭാവമാണ്! എന്താ ബാക്കി കിട്ടിയെന്നറിയാമല്ലോ അല്ലേ? കുഷ്ഠരോഗം ബാധിച്ചു കളഞ്ഞു. മറക്കരുത് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന സത്യങ്ങൾ. ഫറവോയുടെ അഹങ്കാരം കൊണ്ട് എന്ത് സംഭവിച്ചു? ഒരു ഭൂഖണ്ഡം മുഴുവൻ ബാധകളാൽ നിറയേണ്ടി വന്നു. ഒരു ജനത മുഴുവൻ പീഡകൾ അനുഭവിക്കേണ്ടി വന്നു. അറ്റ കൈക്ക് രാജാതിരാജാവായ ഫറവോയുടെ കൊട്ടാരത്തിൽ വരെ പീഡകൾ അനുഭവിക്കേണ്ടി വന്നു. അഹങ്കാരം അപകടമാണ്. മൂന്നാമത് ഒരു സംഭവം കൂടെ വേദപുസ്തകത്തിൽ നിന്ന് പറഞ്ഞിട്ട് ഞാൻ വിടാം. ശമൂവേലിന്റെ 1-ാം പുസ്തകം 25-ാം അധ്യായം 10-ാം വാക്യം, അവിടെ നാബാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമ്മൾ വായിക്കുന്നുണ്ട്. നാബാലിന് ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരം നടക്കുകയാണ്. ആ സന്ദർഭത്തിൽ ദാവീദ് മരുഭൂമിയിലൂടെ ഉഴന്ന് നടക്കുകയാണ്. നല്ല പണമുള്ള സമയം, നല്ല ഹാർവസ്റ്റിന്റെ സമയം. ദാവീദ് കുറച്ച് ആളുകളെ വിട്ടിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് എന്തെങ്കിലും തരണം. അവിടെ നാബാല് പറയുന്ന ഒരു വാചകമാണ് ശമൂവേലിന്റെ 1-ാം പുസ്തകം 25-ാം അധ്യായം 10-ാം വാക്യത്തിൽ. നാബാല് ചോദിക്കുകയാണ്, ദാവീദ് ആരടാ? ഇശായിയുടെ മകൻ ആരടാ? ഹൂ ഈസ് ഡേവിഡ്? ഇശായിയുടെ മകൻ ആരടാ? അടുത്ത വാചകം അതിനേക്കാൾ ഭയങ്കരം. ഇങ്ങനെ ഉടമസ്ഥന്മാരെ വിട്ട് ഓടിപ്പോകുന്ന അടിമകൾ ഒരുപാടെണ്ണം ഉണ്ടടാ. വിവരദോഷി, അഹങ്കാരം. 4 തുട്ട് കൈ കയറിയപ്പോ അഹങ്കരിച്ചവൻ. ദാവീദ് ആരാണെന്ന് അവൻ അറിഞ്ഞുകൂടെ? ഇസ്രായേലിലെ സ്ത്രീകൾ മുഴുവൻ കോറസായി പാടിക്കൊണ്ട് നടക്കുകയാണ്. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. ഈ വിഡ്ഢിക്ക് ഇത് അറിഞ്ഞുകൂടെ? പണം തലേ കയറിയപ്പോ വിഡ്ഢി മറന്നുപോയി. അവൻ ചോദിക്കാണ്, ആരടാ ദാവീദ്?
മല്ലനായ ഗോല്യാത്തിനെ ഒറ്റയേറിന് താഴെയിട്ട് ദാവീദിനെ കുറിച്ച് ഇസ്രായേലിൽ ആർക്കാ അറിഞ്ഞുകൂടാത്ത? എന്നിട്ടാണ് ഈ എലുമ്പൻ ചോദിക്കുകയാണ്, ആരടാ ദാവീദ്? അഹങ്കാരത്തിന്റെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ. ഇന്ന് ആർക്കും ആരെയും ഭയമില്ല. കാരണം അഹങ്കാരമാണ്. 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഞാൻ അവസാനിപ്പിക്കാം. ഇന്ന് നമ്മളെല്ലാവരും ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട അത്യന്താപേക്ഷിതമായ 4 കാര്യങ്ങൾ. നമ്മൾ ജീവിക്കുന്നതെല്ലാം നോഹയുടെ കാലത്തിന്റെ തനിയാവർത്തനത്തിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒറ്റ വാചകത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 28-ാമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ലൂക്ക് 21:28. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കുവിൻ. നിവർന്ന് തലപൊക്കുവിൻ. ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ മനോഹരമാണ്. സ്റ്റാൻഡ് സ്ട്രെയിറ്റ് ആൻഡ് ലുക്ക് അപ്പ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുവനന്തപുരം കൺവെൻഷന്റെ ഈ രാത്രി, ഈ പന്തലിന് കീഴിലിരിക്കുന്നവരെ, ഈ രാത്രി എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടെങ്കിൽ, നമ്മൾ ജീവിക്കുന്നത് അന്ത്യകാലത്തിന്റെ അന്ത്യമണിക്കൂറിലാണ് എന്ന് ബോധ്യപ്പെട്ടെങ്കിൽ, ഈ സംഭവിക്കുന്നതെല്ലാം കർത്താവിന്റെ വീണ്ടും വരവിന്റെ ലക്ഷണങ്ങളാണ് എന്ന് ബോധ്യപ്പെടുന്നുവെങ്കിൽ, യേശു തമ്പുരാൻ ഈ രാത്രി നിന്നോട് പറയാണ്, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കുവിൻ. സ്റ്റാൻഡ് സ്ട്രെയിറ്റ് ആൻഡ് ലുക്ക് അപ്പ്. നമ്മുടെ ക്യാപ്റ്റൻ പറഞ്ഞു തുടങ്ങിയത് അവിടെയാണ്, റിപ്പന്റൻസ്. ഞാൻ അവിടെ കൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുകയാണ്. കർത്താവിന്റെ പ്രസംഗത്തിന് തീം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: പാപമോചനവും മാനസാന്തരവും. പാപമോചനവും മാനസാന്തരവും പ്രസംഗിക്കാത്ത ഒരുത്തനും പ്രസംഗിക്കുന്നത് സുവിശേഷമല്ല. യേശു തമ്പുരാനെ കുറിച്ച് വേദപുസ്തകം എഴുതിയിരിക്കുന്ന മനോഹരമായ പ്രയോഗമാണ്, അവൻ പാപമോചനവും മാനസാന്തരവും പ്രസംഗിച്ചുകൊണ്ട് നടന്നു. എന്നെ കേൾക്കുന്ന പട്ടക്കാരെ, പ്രസംഗകരെ, നീ മാനസാന്തരവും പാപമോചനവും പ്രസംഗിക്കുന്നില്ലെങ്കിൽ നിന്റേത് സുവിശേഷ പ്രസംഗമല്ല. അതുകൊണ്ട് ഞാൻ രാത്രി വെല്ലുവിളിക്കുകയാണ്. ചുറ്റുപാടുകളിലെ സംഭവങ്ങൾ കാണുമ്പോൾ സ്റ്റാൻഡ് സ്ട്രെയിറ്റ്. ഇനി തലകുനിഞ്ഞ് നടക്കരുത്. ഈ ഭൂമിയും ഭൂമിയിലുള്ളതിനെ മൊത്തം തപ്പി നീ നടക്കരുത്. അധികാരവും അഹങ്കാരവും മ്ലേച്ഛതയും പുരോഗതിയും തപ്പി റോഡിലൂടെ നടക്കരുത്. സ്റ്റാൻഡ് സ്ട്രെയിറ്റ് ആൻഡ് ലുക്ക് അപ്പ്. അത് മാത്രമാണ് ഒരു വഴി. ദൈവം അനുവദിച്ചാൽ നാളെയും മറ്റന്നാളും അതിൻ്റെ അടുത്ത ദിവസവും കുനിഞ്ഞു നടക്കാതെ നേരെ നോക്കിയ ആളുകളെ പരിചയപ്പെടുത്തുകയാണ് ഞാൻ. ഇന്ന് രാത്രി എൻ്റെ സന്ദേശം ഇത്രയാണ്: സ്റ്റാൻഡ് സ്ട്രെയിറ്റ് ആൻഡ് ലുക്ക് അപ്പ്, ബിക്കോസ് വി ആർ ലിവിംഗ് ഇൻ ദി ലാസ്റ്റ് അവർ ഓഫ് ദ ലാസ്റ്റ് ഡേയ്സ്. May the good Lord bless each and every one of us. Thank you once again. Thanks for your presence and prayers.